മഞ്ഞപ്പിത്തം അടക്കമുള്ള പകർച്ചവ്യാധി പ്രശ്നം അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യണമെന്ന് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ നോട്ടീസ്. പകർച്ചവ്യാധി തടയാനുള്ള മുൻകരുതൽ നടപടികൾ നേരത്തെ ആരംഭിച്ചുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മലപ്പുറം വള്ളിക്കുന്നിൽ രൂക്ഷമായ മഞ്ഞപ്പിത്ത വ്യാപനമെന്ന് ടി വി ഇബ്രാഹിം. എന്നാൽ മലപ്പുറത്ത് നിലവിൽ ആരും ആശുപത്രിയിൽ ഇല്ല എന്ന് മന്ത്രി വീണ ജോർജിന്റെ മറുപടി. പ്രശാന്ത് കൃഷ്ണ സഭയിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ നൽകും. പ്രശാന്ത്, മലപ്പുറത്ത് ഈ വള്ളിക്കുന്നും അത്താണിയുമൊക്കെ കേന്ദ്രീകരിച്ച് ഏതാണ്ട് 1,700 പേർക്കാണ് കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ മഞ്ഞപ്പിത്ത വ്യാപനമുണ്ടായത്. വേനൽ കടുത്തു നിന്നിരുന്ന സമയം മുതൽ മഴ തുടങ്ങി ഇങ്ങോട്ട് വരെയും ഈ രോഗവ്യാപനത്തിന് കുറവുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ആശങ്കയായി നിൽക്കുന്നത്. അത് സഭ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്? അതായത് മഞ്ഞപ്പിത്തം അടക്കമുള്ള പകർച്ചവ്യാധികൾ സംസ്ഥാനത്ത് പടരുകയും ഇതിൽ മരണം സംഭവിക്കുകയും ചെയ്ത വിഷയം അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യാൻ ടി വി ഇബ്രാഹിമാണ് നോട്ടീസ് നൽകിയത്. ഈ മലപ്പുറത്തെ സാഹചര്യം അദ്ദേഹം വിശദമായി തന്നെ ടി വി ഇബ്രാഹിം വിവരിച്ചു. വള്ളിക്കുന്നിൽ മാത്രം 400 പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചത്. മാത്രമല്ല, ഒരു 15 വയസ്സുകാരി മരണപ്പെട്ട സാഹചര്യമുണ്ടായി. മറ്റ് ഇടങ്ങളിലും പകർച്ചവ്യാധി ബാധിച്ച് മരണം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വിഷയം അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യണമെന്ന് ആവശ്യം. എന്നാൽ ആരോഗ്യമന്ത്രി വിശദീകരിച്ചത് പകർച്ചവ്യാധികൾ തടയുന്നതിന് മുൻകാലത്തെ കണക്കുകൾ നിരത്തി 2015 പോലുള്ള കണക്കുകൾ നിരത്തി സംസ്ഥാനത്ത് ഇപ്പോൾ പകർച്ചവ്യാധിയുടെ എണ്ണം കുറവാണെന്നാണ് ആരോഗ്യമന്ത്രി വിശദീകരിച്ചത്. മാത്രമല്ല, ആരോഗ്യവകുപ്പ് സൂക്ഷ്മമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. പകർച്ചവ്യാധി തടയാനുള്ള നടപടികൾ റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ അടക്കം രൂപീകരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ആരോഗ്യമന്ത്രി വിശദീകരിക്കുകയും ചെയ്തു. മലപ്പുറത്ത് ഈ വള്ളിക്കുന്നിൽ ഈ മഞ്ഞപ്പിത്തം പടർന്നത് ഓഡിറ്റോറിയത്തിൽ വെൽക്കം ഡ്രിങ്ക് നൽകിയതിലൂടെയാണ്. അവിടെ ഈ വെൽക്കം ഡ്രിങ്ക് തയ്യാറാക്കാനായി ചൂടുവെള്ളത്തിനൊപ്പം കിണറിലെ വെള്ളവും ഉപയോഗിച്ചു. ഇതും ഒരു മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നതിന് ഒരു കാരണമായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഈ ഓഡിറ്റോറിയം, അതായത് അവിടെ മഞ്ഞപ്പിത്തത്തിന് കാരണമായ ഈ രോഗവ്യാപനത്തിന് കാരണമായ ഈ ഓഡിറ്റോറിയത്തിൽ ഏപ്രിൽ മാസത്തിലും ഇത്തരത്തിൽ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ കാരണത്താൽ നോട്ടീസ് നൽകിയതാണ്. ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചു. ആരോഗ്യമന്ത്രി വിശദീകരിക്കുന്നത് സംസ്ഥാനത്ത് പകർച്ചവ്യാധി തടയുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതവും ഫലപ്രദവുമാണ്. അതുകൊണ്ട് തന്നെ ആശങ്കാജനകമായ സ്ഥിതിവിശേഷമില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഈ വിഷയം അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ്. പറയുമ്പോൾ മിനിയാന്നാണ് ഒരു മരണം ഉണ്ടാകുന്നത്, ഒരു പെൺകുട്ടിയുടെ മരണം ഉണ്ടാകുന്നത്. രോഗവ്യാപനം ഇപ്പോഴും തുടരുന്നുണ്ട്. പകർച്ചവ്യാധി പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നത് കൊണ്ട് മാത്രമാകില്ലല്ലോ, അത് ഫലം കൂടി കാണണ്ടേ? തീർച്ചയായും മന്ത്രി വിശദീകരിച്ചത് മുഴുവൻ കഴിഞ്ഞ കാലങ്ങളിലെ കണക്കുമായി ഈ ജൂൺ മാസത്തിലെ പകർച്ചവ്യാധികളുടെ എണ്ണം താരതമ്യം ചെയ്താണ്. മാത്രമല്ല, ആരോഗ്യവകുപ്പ് ഈ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ രോഗവ്യാപനം തടയുന്നതിന് വേണ്ടി നടത്തിയ പ്രവൃത്തികളും മന്ത്രി വിശദീകരിക്കുന്നു. മലപ്പുറത്തടക്കം ഈ മഞ്ഞപ്പിത്തവും മറ്റ് രോഗവ്യാപനവും തടയാൻ ആരോഗ്യവകുപ്പിന് സാധിക്കുന്നുണ്ട് എന്ന വിശദീകരണമാണ് മന്ത്രി നൽകിയത്. അതിന് മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് ഈ ജൂൺ മാസത്തിൽ വലിയ തോതിലുള്ള എലിപ്പനി വ്യാപനം ആരോഗ്യവകുപ്പ് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അത് മുൻകൂട്ടി കണ്ടുള്ള നടപടികൾ സ്വീകരിച്ചത് കാരണം അത് തടയാൻ സാധിച്ചു. ഇങ്ങനെ ഓരോ പകർച്ചവ്യാധിയുടെയും കണക്കുകൾ വിശദീകരിച്ചുകൊണ്ടാണ് മന്ത്രി ഈ അടിയന്തര പ്രമേയത്തിലെ ആരോപണങ്ങളെ നേരിട്ടത്. ഏതായാലും ഇപ്പോൾ നിയമസഭയിൽ ഇപ്പോഴും ഈ വിഷയത്തിലുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഈ അടിയന്തര പ്രമേയ വിഷയത്തിൽ ഈ പകർച്ചപ്പനി വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് നിയമസഭയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.